നമസ്കാരം. ഇന്ന് ഇന്റർനാഷണൽ യോഗാ ദിനമാണ്. അതായത് ലോക യോഗാ ദിനം. യോഗാ ദിനത്തിൽ യോഗയെ പറ്റി എല്ലാവരും ഘോരഘോരം സംസാരിക്കുന്നത് കേട്ടു. ഇപ്പം ഉടുമ്പൻ സ്റ്റേഡിയത്തില് കുറെ പിള്ളേരെ വെച്ചോണ്ട് ഒത്തിരിയും വാചാലമായി സംസാരിക്കുന്നു. അവര് യോഗയുടെ ഗുണം. ആ പിള്ളേർ വളരെ വിഷമിച്ചിരിക്കുക, എങ്ങനെയും എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഈ ഒരു യോഗയെ പറ്റി രണ്ടു വാക്ക് ഞാൻ പറയാം. എല്ലാവരും വിചാരിക്കുന്ന യോഗ ചെയ്താൽ പൂർണ്ണ ആരോഗ്യവാന്മാരായി ജീവിക്കും. പക്ഷെ യോഗ ചെയ്യുന്നവര് യോഗ തരത്തിലുള്ള ജീവനവുമുണ്ട്. മൂക്കുമുട്ട ആഹാരവും കഴിച്ച് 5 നേരം 6 നേരം ആഹാരം കഴിച്ച് ചാരായം കുടിച്ച് കാളയിറച്ചിയും തിന്ന് 10 പറ അരിയുടെ ചോറും തിന്ന് ഉണ്ടുറങ്ങുന്നവന്മാർക്ക് യോഗ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവർക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് ഓടുകയോ കിളയ്ക്കുകയോ വെട്ടുകയോ ജിമ്മ് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. യോഗ ചെയ്യുന്നവൻ യോഗിയെ പോലെ ജീവിക്കണം. യോഗി എന്ന് വെച്ചാൽ ആരാ? സന്യാസി. ആ യോഗി എങ്ങനെ ജീവിക്കുന്നത്? വളരെ മിതമായി ഭക്ഷിച്ച് മിതമായ ജീവനം. യോഗ എന്നാൽ ആഹാരവും ശ്വാസവും ക്രമീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവനമാണ് യോഗ. അല്ല കാളി കൂടി ജീവിക്കുന്നതല്ല. രാവിലെ മുതൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് വൈകിട്ട് 1/2 ലിറ്റർ പൈൻറ്റ് അടിച്ച് വീട്ടിൽ പോകുന്നതിന് അടുത്ത ദിവസം രാവിലെ യോഗ ആയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. യോഗ അതിനുള്ള സംഗതി അല്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഓടണം, ജിം ചെയ്യണം, ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ കുറച്ച് കേടുപറയും. അപ്പോൾ യോഗ, ഈ യോഗി എന്ന് പറയുമ്പോഴേ നമ്മൾ ആഹാരത്തിന്റെ രീതിയിൽ യോഗിയെ നിർവചിക്കാം. ഒരു പറച്ചിലാണ്. 1 നേരം ആഹാരം കഴിക്കുന്നവൻ യോഗി, 2 നേരം ആഹാരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗി എന്നാണ് പഴയ ഒരു ചൊല്ല്. ശരിയാണ്, കൂടുതൽ ആഹാരം കഴിക്കും തോറും രോഗാവസ്ഥ കൂടും. പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, അരി ഒടുങ്ങുമ്പോൾ തിരിച്ചു പോവുക. നമുക്ക് ഒരളവ് ആഹാരം ഈ ലോകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കഴിച്ചിരുന്നാൽ പെട്ടെന്ന് പോകും. കൂടുതൽ ആഹാരം ഭക്ഷിച്ച് പോയാൽ പെട്ടെന്ന് നമ്മുടെ ആയുസ് ഒടുങ്ങും. യോഗയുടെ ഇതും അങ്ങനെയാണ്. അതുപോലെ ശ്വാസക്രമം, ശ്വാസം ലിമിറ്റ് ചെയ്യുക. ഏറ്റവും ദൈർഘ്യമുള്ള ശ്വാസോച്ഛ്വാസമുള്ള ജീവികളാണ് കൂടുതൽ ജീവിച്ചിരിക്കുന്നത്. 3 മിനിറ്റിൽ ഒരു പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. മനുഷ്യൻ ഒക്കെ കൂടുതലാണ്. പട്ടിയൊക്കെ 1 സെക്കൻഡിൽ പല തവണ. അതിൽ ശ്വാസം ക്രമീകരിച്ചാൽ ആയുസ്സും കൂടും, ആരോഗ്യവും കൂടും. യോഗയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഭക്ഷണവും ശ്വാസവും ക്രമീകരിച്ച് ജീവിക്കുക. ഇവിടെ സ്റ്റേഡിയത്തിൽ ഒരു വ്യക്തി പറയുന്നത് കേട്ടു, ജീവിതശൈലി രോഗങ്ങൾ യോഗ ചെയ്താൽ കുറയുന്നു. ഇല്ല, പറയത്തില്ല. ജീവിതശൈലി രോഗങ്ങൾ ജീവിതം മാറ്റിയെങ്കിലേ കുറയൂ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താ? ഈ ഫുഡിന്റെയും ഒക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ. 10 മണി വരെ കിടന്നുറങ്ങുക, അസമയത്ത് ആഹാരം കഴിക്കുക, ആഹാരം കഴിക്കാതിരിക്കുക, ബേക്കറി ഐറ്റംസ് ധാരാളം കഴിക്കുക, പഞ്ചസാര കൂടുതൽ കഴിക്കുക, അതൊക്കെ കൊണ്ടുവരുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളൊന്നും ഒരു വ്യായാമം കൊണ്ടും മാറത്തില്ല. യോഗ കൊണ്ട് ഒട്ടുമേ മാറത്തില്ല. യോഗ യഥാർത്ഥത്തില് 2 തരത്തിൽ ചെയ്യാം. വ്യായാമമായിട്ടും ചെയ്യാം, വളരെ സ്ലോയിൽ യോഗ തരത്തിലും ചെയ്യാം. സൂര്യ നമസ്കാരം പല യോഗകളുടെ ഒരു മിശ്രിതമാണ്. സൂര്യ നമസ്കാരം ഫാസ്റ്റായിട്ട് ചെയ്താൽ അത് ഒരു വ്യായാമമാണ്. സ്ലോ ആയിട്ട് ചെയ്താൽ ആ യോഗയുടെ ഗുണവും എത്തും. എല്ലാവർക്കും യോഗ ദിന ആശംസകൾ. എല്ലാവരും യോഗികളാവട്ടെ, യോഗ ചെയ്ത് യോഗികളാവട്ടെ. യോഗയിൽ തന്നെ ഉണ്ട് ആ യോഗിയുടെ വാക്ക്. അപ്പോൾ ആശംസകൾ. യോഗ അറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന വിദ്യാന്മാർ പറയുന്ന ഒന്നുമല്ലല്ലോ യോഗ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ സ്റ്റേഡിയത്തിലെ പ്രസംഗം കേട്ട ഒത്തിരി വീട്ടുകൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അതൊക്കെ പ്രാർത്ഥിയായിരുന്നെങ്കിൽ അത് വിമർശിച്ച് പറയായിരുന്നു. എനിക്ക് ചിരി തോന്നി. അതിൽ 1-2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നന്ദി, നമസ്കാരം. എല്ലാവരും യോഗ ചെയ്യുക, വ്യായാമം ചെയ്യുക, ഓടുക, നടക്കുക, ജിം ചെയ്യുക, നീന്തുക, മല കയറുക, സൈക്ലിംഗ് നടത്തുക. ആരോഗ്യമായിട്ട് ജീവിക്കുക. പോകുന്ന അത്രയും കാലം. ചത്തുപോകുമ്പോൾ പോട്ടെ. നന്ദി, നമസ്കാരം.